ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ ഹെയർ ക്രാബ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 1.5 മീറ്റർ നീളമുള്ള ക്ലോത്താണിത്. അതുപോലെ തന്നെ അതിൻ്റെ വിടുത്തെടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. ഇനി അതിനെ 8 മടക്കാക്കി ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഡോട്ടുകളെ ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കാം. അതിനുശേഷം 2 സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ലൈന് വരച്ചിട്ടുണ്ടല്ലോ, അവിടെ വരെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്സ് കൂടി കൊടുക്കുന്നുണ്ട്. ആ 2 സൈഡിലും ഇതുപോലെ ഒരു മുന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. മൊത്തമായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനെ ഒന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തതിന് ശേഷം ഇതിലൂടെ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അതിലേക്ക് തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനെ നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തുന്നി കൊടുക്കുക. അതിനുശേഷം റൗണ്ടായിട്ടൊന്ന് പിടിക്കുക. ഫസ്റ്റായിട്ട് നമ്മൾ തുന്നിയിട്ടുള്ള ആ ഭാഗത്തേക്ക് ഒന്ന് ചേർത്ത് തുന്നി കൊടുക്കുക. അതിൻ്റെ അടിവശമൊക്കെ നല്ല വിട്ടു പോരാത്ത രീതിയിലൊന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ അത് ഒരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം ഒരു സ്പോഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു സ്പോഞ്ചിനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വലിയ ബട്ടണയാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ക്ലോത്തിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. സൂചി നൂല് കൊണ്ടും നല്ല ഫിറ്റായിട്ട് തന്നെ അതിലേക്ക് തുന്നി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ 3-4 പ്രാവശ്യം ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ലൈറ്റർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫ്ലവറിനെ ഇങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പോൾ കറക്റ്റ് അതിലേക്ക് ഇങ്ങനെ ഫ്ലവർ നല്ല വൃത്തിയായിട്ട് നിൽക്കും. ബാക്കിൽ കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ക്യാൻവാസിനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ക്രാബ് എടുക്കുക. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ക്ലോത്ത് പീസിനെ വെച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ഒരു ഫ്ലവറിനെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ ക്രാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ഇതുപോലെ ഒരു ബട്ടൺ എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു സ്പോഞ്ചിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഫിറ്റായിട്ട് ഇതുപോലെ നൂലിനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതാ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കളഞ്ഞ് അതിൻ്റെ അടിയിലായിട്ട് ലൈറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലിപ്പിലേക്ക് അതിനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 2 ചെറിയ സൈസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല സിമ്പിളായിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എത്ര ഓർത്തിട്ടും ആ ഒരു സമയത്ത് എനിക്ക് വേറൊരു ഐഡിയയും കിട്ടിയില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു ക്ലോത്താണ് എടുക്കുന്നത്. 1.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി എടുക്കുന്നത്. വേണമെങ്കിൽ 2 സെൻറ്റിമീറ്ററും ആക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് സ്റ്റിച്ചിട്ട് കൊടുത്ത് നല്ല ഭാഗത്തിനെ ഒന്ന് പുറം മറച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ചെയ്തിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. നല്ല കുറേ കമൻസുകൾ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെയർ ബോനെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വലിച്ചു പിടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കുക. ക്ലോത്തിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 12 പീസാണ് ഉള്ളത്.
അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 മടക്കാക്കിയിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സെൻറ്ററിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, പകുതിയായിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റായിട്ട് ഈ ഒരു ക്ലോത്തിനെ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ മറ്റൊരു പീസ് എടുക്കുന്നുണ്ട്. അതിനെ ഇതുപോലെ മടക്കി ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി മടക്കിയെടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് തുന്നിയെടുക്കാം. ഇതുപോലെ തന്നെയാണ് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ടും ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിന് നല്ലതുപോലെ സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ക്യാൻവാസിനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ ബോൻ്റെ ഒരു സൈഡിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. സൈഡിൽ ഈ ഒരു ഫ്ലവറിനെ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം കിട്ടില്ലെന്നായിട്ടുള്ള ഐഡിയാസുമായിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. താങ്ക് യു.